അവസാന കാലഘട്ടം വരുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ലാ യബ്ഖാ ഫിൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു. ഇസ്ലാം എന്നുള്ള ഒരു പേര് കേൾക്കാന്ന, ഇസ്ലാം എന്നുള്ളൊരു പേര് കേൾക്കും. ഇസ്ലാം എന്നുള്ളൊരു മതം ഇവിടെ ഉണ്ടായി. ഇസ്ലാം എന്നിങ്ങനെ പറയണത് കേൾക്കാന്നല്ലാതെ ആ ഇസ്ലാമിൻ്റെ യഥാർത്ഥ സ്വഭാവങ്ങൾ കാണപ്പെടുന്നതായ ആളുകളെ ഇവിടെ കാണാൻ വളരെ കുറവായി. അതുപോലെ തന്നെ വയഖില്ലുൽ ഇൽമ് കുറഞ്ഞു പോകുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. വയക്സുൽ മാൽ, ധനം പെരുക്കും, അധികരിക്കും. ഇവിടെ ഫിത്നകളും കൊലകളൊക്കെ നടക്കും. ഇങ്ങനെ ഈ കാലഘട്ടത്തിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻകൂട്ടി അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നബി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലുണ്ടാവുന്ന സർവ്വ സംഭവങ്ങളെ സംബന്ധിച്ചും അതിനുള്ള പ്രധാനപ്പെട്ട നമ്മളോട് ബാധിക്കണം, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പോൾ ഈ കാലഘട്ടം ഇൽമ് കുറയുന്ന കാലഘട്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മുതൽ അധികരിക്കുകയും ദുന്യാവിനോടുള്ള മഹബത്ത് ജനങ്ങളുടെ ഹൃദയത്തിൽ അധികമായി വരികയും ആ ദുന്യാവിന് വേണ്ടി മാത്രം ജീവിക്കുന്നതായ ഒരു കാലഘട്ടമായി മാറുന്നു. അതാണ് ഇപ്പോഴത്തെ കാലഘട്ടം. ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരും ആ മേഖലയെ അവർക്ക് ഭൗതികമായ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഒരിക്കൽ നമ്മളെ ഒരു ശിഷ്യൻ, അവൻ്റെ ഒരു ദർസ് ഞാൻ തുടങ്ങി കൊടുത്തു. അപ്പം അന്ന് അവൻ എന്നോട് പറഞ്ഞു, ഒരു ഉസ്താദ് 3 കുട്ടികളുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു 10 കുട്ടികളുണ്ടായാൽ മതി, എന്നും 10 കുട്ടികൾ ഇങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ വർഷത്തിലും 10 കുട്ടികളുണ്ടാവും, അതിലധികം ഉണ്ടാകണില്ല. അപ്പോൾ അവൻ ഒരിക്കൽ എന്നോട് വന്ന് പറഞ്ഞു, ഉസ്താദേ ഇപ്പോൾ 10 കുട്ടികളെ ഉണ്ടാകണുള്ളൂ, അതിലധികം ആവണില്ല. അപ്പം ഞാൻ പറഞ്ഞു, 3 എണ്ണം ആയപ്പോൾ എനിക്ക് 10 കുട്ടികളുണ്ടായത് വളരെ നന്നായി തോന്നിയില്ലേ, എന്നാൽ അങ്ങനെ തന്നെ ഇവിടെ നിന്നോ, ഇനിയിപ്പോൾ അത്ര അധികം ഒന്നും വേണ്ട, ഇനി അവിടുന്ന് മാറുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ അതിനെ പറ്റിയെന്ന്. അപ്പം ആ ദർസിൻ്റെ വാർഷികത്തിന് എല്ലാ വാർഷികത്തിനും എന്നെ വിളിക്കും, പക്ഷേ അധിക വാർഷികത്തിന് ഞാൻ പോകാറുണ്ട്. ഒരു വട്ടം അവിടെ ചെന്നപ്പോൾ അവിടുത്തെ നാട്ടുകാർ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരു പണി ചെയ്യണം, തങ്ങളെ നിങ്ങൾ ഉദ്ഘാടനം ചെയ്ത് പോകുമ്പോൾ ഇവിടെ നമ്മളെ പഴയ മുക്രിക്ക് ഒരു പാരിതോഷികം കൊടുക്കാണ്ട് അത് നിങ്ങളെ കൈകൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, മുക്രിക്ക് എന്താ ഇപ്പം ഇത്ര വലിയ പാരിതോഷികം കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ഒരു 10-80 വയസ്സായിക്കണം, ഒരു 10-75 വയസ്സ് വരെ അയാൾ ജോലി ചെയ്തിരുന്നു. അയാൾ കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വാപ്പാറുള്ള കാലത്താണ് അയാളെ മുക്രിയായി നിയമിച്ചത്. അന്ന് അയാളോട് ശമ്പളം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ശമ്പളം ഒന്നും ഞാൻ പറയില്ല, നിങ്ങൾ എന്താ തരുന്നത് എന്നാണ്. പക്ഷേ നിങ്ങൾ പറഞ്ഞ പണിയെല്ലാം ഞാൻ ചെയ്തോളാം. ജോലി എന്ന് പറഞ്ഞാൽ ഒന്ന് പള്ളിയിലെ അന്നത്തെ മുദരിസിന് അല്ലെങ്കിൽ ഖത്തീബിന് ഭക്ഷണം കൊടുത്തു കൊടുക്കണം, ഹൗദിൽ വെള്ളം നിറക്കണം. ഹൗദ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ പോലെ മോട്ടറൊന്നുമില്ല, വെള്ളം കോരി പാർന്ന് ഹൗദിലേക്ക് എത്തുന്ന സംവിധാനം അതുമില്ല. അപ്പോൾ കുറേ ദൂരത്തുനിന്ന് വെള്ളം കോരി അത് ബക്കറ്റിലോ മറ്റോ നിറച്ച് കൊടുത്തിട്ട് ഹൗദ് കൊണ്ടുപോയി നിറക്കണം. പിന്നെ കബറ് കളക്കുമ്പോൾ കബറാളിൻ്റെ കൂടെ കൂടി കൊടുക്കും വേണം. പിന്നെ മയ്യത്ത് കുളിപ്പിച്ചു കൊടുക്കണം, ബാങ്ക് കൊടുക്കും വേണം. അങ്ങനത്തെ പള്ളിയിലുള്ള പണികളൊക്കെ. അങ്ങനെ അന്ന് അയാളെ ചെറുപ്പ കാലഘട്ടത്തിൽ അവിടെ പള്ളിയിൽ നിന്നപ്പോൾ ഒരു ശമ്പളം പറയാതെ നിന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പിരിഞ്ഞു പോകുമ്പോൾ, ഇപ്പം അടുത്ത കാലത്തായിട്ടാണ് പിരിഞ്ഞു പോയത്, ഒരു 5-8 കൊല്ലം മുമ്പ്. അന്ന് അയാൾക്ക് ശമ്പളം 600 റുപ്യുള്ളൂ. ഇതുവരെ അയാൾ നമ്മളോട് ശമ്പളമൊന്നും പറഞ്ഞിട്ടില്ല. ഈ പണിയൊക്കെ അയാൾ ചെയ്യലുണ്ട്, പക്ഷെ അയാൾ ഒരു ഡിമാൻഡ് മാത്രമാണ് ഇങ്ങോട്ട് പറഞ്ഞത്. ഖബർ കളക്കണ സമയത്ത് ബാങ്ക് കൊടുക്കണ സമയമാണെങ്കിൽ ബാങ്ക് കൊടുത്തുകൊണ്ട് ഞാൻ ഖബർ കളക്കാൻ സഹായിക്കാൻ വരില്ല, നിൽക്കാൻ കഴിഞ്ഞിട്ടേ വരുള്ളൂ, എനിക്ക് ഇമാമിൻ്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ഫളീലത്ത് എത്തിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ശമ്പളം ഒന്നും വാങ്ങാതെ കൊടുക്കണ ശമ്പളം വാങ്ങി നിന്ന് ആ മനുഷ്യനിക്ക് നാട്ടുകാർ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അയാൾക്ക് വലിയ വീടുണ്ടാക്കി കൊടുത്തു. അയാൾ 2-3 വട്ടം അയാളെയും ഭാര്യയും നാട്ടുകാർ ഹജ്ജിനുണ്ട്. അയാളെ മക്കളൊക്കെ അവർ കെട്ടിച്ചു കൊടുത്തു. ഇപ്പം അയാൾ പിരിഞ്ഞപ്പോൾ അയാൾക്ക് ഒരു 2 ലക്ഷം റുപ്യ വിദേശത്തുള്ള കുട്ടികളെല്ലാം സംഘടിപ്പിച്ച 2 ലക്ഷം റുപ്യയും ഒരു വലിയൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ എന്താണുള്ളത് എനിക്കറിയില്ല, അതുമാണ് ഇയാൾക്ക് പാരിതോഷികമായിട്ട് അവർ കൊടുക്കണം. ഇതിരുന്ന് മുൻകഴിഞ്ഞ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മഹാന്മാരാവുന്ന മുക്രിമാരാണെങ്കിലും മുദരിസന്മാരാണെങ്കിലും വാഴിവന്മാരാണെങ്കിലും അവരൊക്കെ സ്വഭാവം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും അല്ലാഹു ബർക്കത്ത് ചെയ്തിട്ടുണ്ട്.
അപ്പം എന്നാൽ അതൊക്കെ മാറിയിട്ട് ഇതൊക്കെ ഒരു ഭൗതികമാവുന്ന സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പ്രവൃത്തിയായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ സംശയിക്കേണ്ടത്. മഹാനാവുന്ന അബൂ ഹാസിം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, കാനൽ ഉലമാഉ ഫീമാമല്ല യത്ലുബുഹുമുസ്സലാത്തീൻ. കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ പണ്ഡിതന്മാർ അവരെ തേടിക്കൊണ്ട് അവരെ നോക്കി അവരെ വീട്ടിലേക്ക് മന്ത്രിമാരും മറ്റ് പണക്കാരൊക്കെ അവരെ അങ്ങോട്ട് തേടി ചെല്ലുകയാണ്. ഓഹും യഫിറൂന മിൻഹു. എന്നാൽ ആലിമീങ്ങൾ ഇവരെ കാണുമ്പോൾ ഒഴിഞ്ഞ് ഒളിക്കലാണ് ചെയ്യൽ. കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് പറഞ്ഞ് ചിലപ്പോൾ നമുക്ക് ഇടപെടാൻ പറ്റാത്തതായിരിക്കും. അത് ഇടപെട്ടിട്ടില്ലെങ്കിൽ അവരിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാവും. അത് മനസ്സിലാക്കിക്കൊണ്ടിട്ട് അങ്ങനെ അവർ ഓടി ഒളിക്കലെന്ന് ചെയ്തിരുന്നത് കണ്ടില്ലേ. മഹാന്മാരാവുന്ന പല അയിമ്മത്തിനും അവർ ഖുർആൻ മഖ്ലൂഖാണോ അല്ലേ, അപ്പോൾ അത് പറയാത്തതിൻ്റെ കാരണം കൊണ്ടിട്ട് അവരെ പിന്നെന്താക്കി ഖുർആൻ മഖ്ലൂഖ് ആണ് എന്ന് പറയാത്തതിൻ്റെ കാരണം കൊണ്ടിട്ട് ജയിലിലടക്കപ്പെട്ടു. അങ്ങനെ പലരും പല പ്രയാസങ്ങളും മഹാന്മാരാവുന്ന അയിമ്മത്ത് മുമ്പ് അനുഭവിച്ചിട്ടുണ്ട് പല ഭരണകർത്താക്കളിൽ നിന്നിട്ട്. അപ്പോൾ ഇവര് അന്നത്തെ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാര് അവർ യത്ലുബുഹുമുസ്സലാത്തീൻ, രാജാക്കന്മാരും മുതലാളിമാരൊക്കെ അവരെ തേടി വരും. പക്ഷേ വഹും യഫിറൂന മിൻഹു, അവരെ കാണുമ്പോൾ വലിയ ഒളിച്ചോടിപ്പോലെ പണ്ഡിതന്മാർ, ഇവർക്ക് മുഖം കൊടുക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചു. അമ്മൽ യൗമ, അന്നത്തെ കാലഘട്ടത്തിലോ അൽ ഉലമാഹു ജമഉൽ ഇൽമ ബിഹദാഫിരിഹി, ഇൽമിനെ അതിന്റെ പേരോട് കൂടി അവർ ഒരുമിച്ചു കൂട്ടി. എല്ലാ ഇൽമിന്റെ മേഖലകളെയും അവർ സമ്പാദിച്ചു. പക്ഷേ വഹും യത്ലുബൂന സ്വലാത്തീൻ, അവർ രാജാക്കന്മാരെ തേടി അങ്ങോട്ട് ചെല്ലുകയാണ്, അല്ലെങ്കിൽ മുതലാളിമാരെ തേടി അങ്ങോട്ട് ചെല്ലുകയാണ്, മന്ത്രിമാരെ തേടി അങ്ങോട്ട് പോവുകയാണ്. എന്നാലോ വഹും യഫിറൂന മിൻഹു, ഈ മുതലാളി എന്താവും മുസ്ലിയാരെ കാണുമ്പോൾ അല്ലെങ്കിൽ മന്ത്രി മുസ്ലിയാരെ കാണുമ്പോൾ എന്താക്കും, വഹും യഫിറൂന, അവരിപ്പോൾ ഒളിച്ചുകൂടുകയാണ്. കാരണം എന്തെങ്കിലും പിരിവോ അല്ലെങ്കിൽ വേറെ വല്ല എന്തിനെങ്കിലും പിന്നെ ആവശ്യപ്പെട്ടുകൊണ്ടാണോ വരണമെന്ന് വിചാരിച്ചിട്ട് അവർ ഒളിച്ചോടി പോവുകയാണ്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പൊ ഈ അവസ്ഥ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇൽമിനിക്ക് അടിസ്ഥാനപരമായി വേണ്ടത് തഖ്വയാണ്. വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്. മഹാനാവുന്ന ഷെയ്ഖുൽ മശായിഖ് ഖുതുബുൽ അഖ്താബ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങൾ 4 ആലിമീങ്ങളെ ഓരി വെച്ചു. അതിന്ന് മൂപ്പര് അവസാനമായിട്ടൊരു വിഭാഗത്തിനെ പറ്റി പറയുന്നുണ്ട്. ആ വിഭാഗം എന്ന് പറഞ്ഞാൽ ആരാണ്? വഹുമുൽ മദ്ഊഊന ഫിൽ മലകൂതി അളീം. ആലമുൽ മലക്കൂത്തിൽ അളീം എന്ന് പറയപ്പെടുന്ന ആള്, ആലമുൽ മലക്കൂത്തിൽ അളീം എന്ന പേരുകൊണ്ട് വിളിക്കപ്പെടും. ആ വിഭാഗം പണ്ഡിതന്മാര് അവരാണ് യഥാർത്ഥ പണ്ഡിതന്മാര്. ഇൽമിന്റെ മുഖ്തദ അനുസരിച്ച്, ഇൽമിന്റെ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യണതായ അലിം. മറ്റ് 4 വിഭാഗത്തിൽ 3 വിഭാഗത്തിനെ മൂപ്പര് എണ്ണി പറഞ്ഞു. ഒന്ന്, അവര് ഇൽമിന്റെ മുഖ്തദ അനുസരിച്ച് അവർ ഘോരം പ്രസംഗിക്കും. അവർ വലിയ പ്രസംഗകരായിരിക്കും. പക്ഷേ അവര് ആ പ്രസംഗം കഴിഞ്ഞ് അവർ പിന്നോട്ട് നിന്നാൽ അവരവസ്ഥ മോശമായിരിക്കും. അപ്പോ അങ്ങനെ 3-4 വിഭാഗത്തിലെ മൂപ്പര് എണ്ണി പറഞ്ഞു. അതിൽ നിന്ന് യഥാർത്ഥ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അത് മഹാനാവുന്ന ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞതുപോലെ ഇദാലൻ യകുനിൽ ഉലമാഉ ഔലിയാഇല്ല ഫമനിൽ വലി. ആലിമീങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരല്ലെങ്കിൽ പിന്നെ ആരാണ് വലിയ എന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ഉലമാ ആവുന്ന നമ്മളൊക്കെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണെന്നല്ല. അതിന്റെ അർത്ഥം ഒരു ആലിമിൽ ഉണ്ടാവേണ്ടത് വിലായത്തിന്റെ സ്വഭാവമാണ്. അവനാണ് യഥാർത്ഥ ആലിം. അത് വിലായത്തിന്റെ സ്വഭാവം ആലിമിൽ ഉണ്ടാവണം. ഇൽമിന്റെ മുഖ്തദ അനുസരിച്ച് അവൻ അമൽ ചെയ്യണം. അവനിൽ നിന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന കാര്യങ്ങൾ അവനിൽ ഉണ്ടാവരുത്. അങ്ങനെ വല്ല തെറ്റിദ്ധാരണക്ക് ഒപ്പുള്ള വല്ലതും ഉണ്ടായിരിക്കുകയാണെങ്കിൽ തന്നെ അതെന്താവണം, അവൻ അപ്പത്ത് തിരുത്തണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. ഇഅ്തികാഫിരിക്കുമ്പോൾ സഫിയ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിനെ കാണാൻ വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫിയ റളിയല്ലാഹു തആല അൻഹു കണ്ട് സംസാരിച്ചതിന് ശേഷം മുപ്പത്തേരെ കൂട്ടിക്കൊണ്ട് വീട്ടിലാക്കി കൊടുക്കാൻ വേണ്ടി റസൂലുള്ള പോകും. അപ്പൊ 2 സഹാബികൾ അതിലെ നടന്നു പോകുന്നു. റസൂലുള്ള പറഞ്ഞു, അലാ റിസ്ലിക്കുമാ, എടോ നിങ്ങൾ രണ്ടാളും അവിടെ നിൽക്കിയെന്ന് പറഞ്ഞു. അവിടെ നിൽക്കിയെന്ന് പറഞ്ഞപ്പോൾ ഇവര് ഇന്നാ ലില്ലാഹി വ ഇന്നാ, എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഹാദിഹി സഫിയ്യത്തു ബിൻത് ഹുബൈദ്, ഹുബൈദിന്റെ മകളാവുന്നതായ സഫിയാവുന്ന എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. ഇത് സഫിയാവുന്ന എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞപ്പോൾ ഈ 2 സഹാബികൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
നബിയെ തങ്ങളെ സംബന്ധിച്ച് മോശമായ ധാരണ ഒന്നും ഞങ്ങൾക്കുണ്ടാവില്ലല്ലോ, പിന്നെന്തിനാ നബി അത് പറഞ്ഞു തരണം ഞങ്ങൾക്ക്? ഒരു സ്വഹാബിന്റെ മനസ്സിൽ അത് ഉണ്ടാവാൻ പാടില്ല. അതാണ് യഥാർത്ഥ സ്വഹാബി എന്ന് പറയുന്നത്. നബിനെ പറ്റി തെറ്റായ ധാരണ അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ ആ അസമയത്ത് ഏതെങ്കിലും പെണ്ണ് വന്നതാന്നുള്ളൊരു ധാരണ അവർക്ക് ഉണ്ടായത് കൊണ്ടല്ല റസൂൽ അത് പറയണത്. പക്ഷെ റസൂൽ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? പിന്നീട് വരുന്നതായ ആലിമീങ്ങൾക്ക് അവർക്കൊരു പാടായിട്ടാണ്. അപ്പൊ റസൂൽ അവരോട് പറഞ്ഞു, ശൈത്താൻ നിങ്ങൾ രണ്ടാളെ ഹൃദയത്തിൽ എന്തെങ്കിലും മോശമായ ധാരണകൾ കൊണ്ടുവന്ന് വെക്കും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന് തന്നെ ഇവരെ ഹൃദയത്തിൽ മോശമായ ധാരണ ഉണ്ടാവുന്നല്ല, അത് ഉണ്ടാവാൻ പാടുള്ളതല്ല. സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അങ്ങനത്തെ മോശമായ ഒരു ധാരണ ഉണ്ടാവില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് വരുന്നതായ ആലിമീങ്ങൾക്കൊരു ഉപദേശം എന്നുള്ളത് എനിക്ക് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന വഴികൾ നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. വത്തഖുല്ലാഹു യുഅല്ലിമുകുമുല്ലാഹ്. തഖ്വനെ അടിസ്ഥാനമാക്കി കൊണ്ട് പഠിക്കാന്ന, തഖ്വനെ ഉണ്ടാക്കി തീർക്കുക ആദ്യം. ആ തഖ്വന്റെ മേൽ ബിനാഅ് ചെയ്യണം ഇൽമിനെ. അതാണ് യഥാർത്ഥ ഇൽമ്. അതാണ് മുൻഗാമികളാവുന്ന നമ്മളെ മഹാന്മാർക്കുള്ളതായ ഇൽമ്. മഹാനാകുന്ന കണ്ണിത്ത് ഉസ്താദിനെ പറ്റിയൊക്കെ കേട്ടില്ലേ? അവർക്ക് ഏരി വന്ന് പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിലേക്ക് ക്ലാസ്സിന് വേണ്ടി ഒരിക്കൽ കയറി വന്നപ്പോൾ ഇടത്തേ കാല് വെച്ച് കയറി വന്നു. ഉടനെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്നിട്ട് വന്ന് ഇടത്തേ കാല് വെച്ച് കഴിഞ്ഞു. എന്നിട്ട് പറയണേ, എല്ലാവരോടും പറഞ്ഞു, ഞാൻ ആദ്യം വന്നത് ഇടത്തേ കാല് വെച്ചിട്ടുള്ള, അതുകൊണ്ട് ഞാൻ എന്താക്കി ഇറങ്ങിപ്പോയിട്ട് വലത്തേ കാലേനെ വെച്ച് വന്നത്. ഈ നിലക്കുള്ളതായ വിശുദ്ധി, അതാണ് മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ ആലിമീങ്ങൾ. അവർ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാവുന്ന ഔലിയാക്കന്മാരായിരുന്ന മുൻഗാമികളാവുന്ന ആലിമീങ്ങൾ മുഴുവനും ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയെ പോലെ. അപ്പൊ ആ വിലായത്തുള്ളതിനോടുകൂടെ വിലായത്തിനെ ജനങ്ങൾക്ക് പ്രകടമാക്കാത്ത നിലക്ക് ജീവിച്ച വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ടത്. അപ്പൊ അങ്ങനത്തെ മഹത്തുക്കളാവുന്നതായ ഉലമാവ് ആണ് ഈ പ്രസ്ഥാനത്തിനെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ള ഈ പ്രസ്ഥാനത്തിലേക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. ആ പ്രസ്ഥാനത്തിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടവരാണ് നിങ്ങളൊക്കെ, ഈ ആലിമീങ്ങളൊക്കെ. ഇവിടുന്ന് സനത് വാങ്ങിയവർ, ഇവിടെ ഇരിക്കണ എല്ലാവരും. അപ്പൊ ആ മുൻഗാമികൾക്കുള്ളതായ എല്ലാ അവരുടെ ആ ഗുണങ്ങളൊക്കെ അത് ഇസ്തിഖാമത്തിരുന്നവരിൽ ഉണ്ടായിരുന്നു. അൽ ഇസ്തിഖാമത്തു ദറജത്തുൻ ലൻ യുതീഖഹാ ഇല്ലൽ അകാബിർ. അത് വലിയവർക്ക് അത് ഉണ്ടാക്കാൻ കഴിയുള്ളൂ, സാധാരണക്കാർക്ക് അത് ഉണ്ടാക്കാൻ കഴിയൂല. പക്ഷേ ഇസ്തഖീമു വലൻ തുതീഖു, ഇസ്തിഖാമത്തിന് കഴിയണ കാര്യങ്ങൾ ഉണ്ടാക്കണം. നമുക്കതിന് ഉണ്ടാക്കാൻ സാധ്യമല്ല. കാരണം അമ്പിയാക്കന്മാരിൽ കാണപ്പെടുന്ന ഒരു സ്വഭാവമാണ് ഇസ്തിഖാമത്ത്. അതിന്റെ യഥാർത്ഥ സ്വഭാവം അമ്പിയാക്കന്മാർക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. കാരണം അമ്പിയാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്. വസിൻഫുൻ മഫ്തൂറുൻ അലൽ ഇൻസിലാത്തി മിനൽ ഖാദൂറാത്തിൽ ബശരിയത്തി ബിൽ കുല്ലിയ. മനുഷ്യൻ എന്നുള്ള നിലക്കുണ്ടാകുന്ന സർവ്വവൃത്തികേടുകളിൽ നിന്നും പൂർണ്ണമായും കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട ഒരു ഫിത്രത്തായിരിക്കും അല്ലാഹു അമ്പിയാക്കന്മാർക്ക് നൽകുന്നത്. ഓരോരുത്തരിലും അല്ലാഹു ഒരു ഫിത്രത്തിനെ നൽകുന്ന, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. പക്ഷെ പലരിലും പല സ്വഭാവത്തിലുള്ള ഫിത്രത്തുകളായി അവനിൽ പിന്നീടുണ്ടാവുന്ന തത്തവുറാത്തുകൾ, ചിലരിൽ അള്ളാഹു നൽകിയ ഫിത്രത്ത് അവന്റെ പിന്നീടുണ്ടാവുന്നതായ തത്തവുറാത്തുകളെ സ്വീകരിക്കുക. അവൻ ചിലപ്പോൾ യഹൂദിയായി മാറും, ചിലപ്പോൾ നസ്രാനിയായി മാറും, ചില ആളുകൾ മുസ്ലിമായി മാറും, ചില ആളുകൾ മുസ്ലിം ആകുമ്പോൾ തന്നെ അവൻ ആസിയായി ദോഷിയായി മാറും. അതൊക്കെ സ്വീകരിക്കപ്പെടാൻ പറ്റുന്നതായ ഒരു ഫിത്രത്തായിരിക്കും ഓരോരുത്തർക്കും അള്ളാഹു നൽകുക. എന്നാൽ അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ അങ്ങനെയല്ല. അവരിൽ അല്ലാഹു നിക്ഷേപിച്ച ഫിത്രത്ത് മഫ്തൂറുൻ അലൽ ഇൻസിലാത്തി മിനൽ ഖാദൂറാത്തിൽ ബശരിയ ബിൽ കുല്ലിയ. പൂർണ്ണമായിട്ടും മനുഷ്യൻ എന്നുള്ള നിലക്കുള്ളതായ എല്ലാ വൃത്തികേടുകളിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട ഒരു വിശുദ്ധമായ ഫിത്രത്തായി. ആ ഫിത്രത്ത് ഉണ്ടായത് കൊണ്ടാണ് അവരിൽ ഇസ്തിഖാമത്ത് എന്ന ആ സ്വഭാവം പൂർണ്ണമായി കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് സർവ്വസമയത്തും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഹദ്റത്തിലാണെന്നുള്ള ബോധത്തോടു കൂടിയായിരിക്കും അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർക്കുള്ള ജീവിതം. അതുകൊണ്ടാണ് അവരെ പ്രസവിക്കപ്പെട്ടോടം മുതൽ അവരെ വഫാത്ത് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു കറാഹത്ത് പോലും അവരിൽ നിന്ന് ഉണ്ടാവുന്നതല്ല, ഉണ്ടാവാൻ പാടുള്ളതുമല്ല. ഒരു നബിയൊന്നും ഉണ്ടായിട്ടും ആ നിലക്കുള്ള വിശുദ്ധിയാണ് ഇസ്തിഖാമത്ത്. അതുകൊണ്ടാണ് അൽ ഇസ്തിഖാമത്തു ദറജത്തുൻ ലൻ യുതീഖഹാ ഇല്ലൽ അകാബിർ. അത് എല്ലാവർക്കും ഉണ്ടാക്കി തീർക്കാൻ കഴിയൂല. അത് ഒരു വലിയൊരു പദവിയാണത്. വലിയ മഹാന്മാർക്ക് മാത്രമേ അത് ഉണ്ടാക്കി തീർക്കൂ. പക്ഷെ നമ്മളോടും ഇസ്തിഖാമത്ത് കൊണ്ടുള്ള കൽപ്പന ഉണ്ട്. അതാണ് ഇസ്തഖീമു വലൻ തുതീഖു. ആ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരിൽ ഉണ്ടാവുന്ന ആ അവസ്ഥകൾ ഉണ്ടാക്കണം. പക്ഷെ വലൻ തുതീഖു, അതിനെ പൂർണ്ണ സ്വഭാവത്തിൽ ഉണ്ടാക്കി തീർക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിയണമായി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടിട്ട് ഇസ്തിഖാമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിച്ച സർവ്വസംഗതിയിൽ നിന്നും കഴിയണത്ര ഒഴിഞ്ഞിക്കണം. നമ്മൾ അല്ലാഹു കൽപ്പിച്ചത് നിർബന്ധമായ കൽപ്പനകൾ നിർബന്ധമായും ചെയ്യണം. ഹറാമെന്ന് നിർബന്ധമായി ഒഴിഞ്ഞിക്കണം. കറാഹത്തായ സംഗതികളിൽ നിന്ന് ഒഴിഞ്ഞിക്കണം. ഖിലാഫുൽ ഔലി അതൊക്കെ നഹി ചെയ്യപ്പെട്ടതാണ്. ഖിലാഫുൽ ഔലിയും നഹി ചെയ്യപ്പെട്ടത് തന്നെയാണ്.
അങ്ങനത്തെ ഹറാം വന്നു ഇനി നിന്ന് വിശുദ്ധമാവുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അഥവാ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവിടെ വിഭാവനം ചെയ്യുന്ന ഈ ആശയാദർശങ്ങൾ അതിന് ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് എന്ന ആ ഹക്കിന്റെ മേൽ നിലനിന്നു പോരുന്ന ഒരു ഉമ്മത്ത് ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ ഹക്ക് എന്ന് പറഞ്ഞാൽ ഏത് ഹക്കാണ്? അലൽ ഹക്ക്, ആ ഹക്ക് എന്ന ആ ഹക്ക് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത അവരിലേക്ക് പകർന്നു കൊടുത്തതായ ആ ഇഅ്തിഖാദാത്തുകൾ, ആ ആചാരങ്ങൾ, ആ കർമ്മങ്ങൾ, ഇതിനെ സംരക്ഷിക്കപ്പെടുന്നതായ ഒരു വിഭാഗം ഇവിടെ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. അതിന്റെ അർത്ഥം എന്താ? ഇതല്ലാത്തൊരു വിഭാഗം ഇവിടെ ഉണ്ടാവും. അപ്പൊ ആ വിഭാഗം ഏതാന്നുള്ളത് മനസ്സിലാക്കണം. അതിന്റെ രൂപങ്ങൾ ആ മഹാന്മാരെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആരാണ് ആ വിഭാഗം? ആ യഥാർത്ഥ ആ ഹക്കിന്റെ മേൽ നിലനിന്നു പോരുന്നവരാരാണ്? വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീന, ആ മുഅ്മിനീങ്ങൾക്കുള്ള വഴി. ആ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? ആ നല്ല നൂറ്റാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ച ആ നൂറ്റാണ്ടിലുള്ള മുഅ്മിനീങ്ങൾ. അവരെ വഴി അല്ലാത്ത വഴിയിലേക്ക് പിൻപറ്റാൻ പാടില്ല. അവരെ വഴിയാണ് ആ ഹക്ക്, ഹക്ക് എന്ന് പറയുന്നത്. ആ ഹക്ക്. അപ്പൊ ആ ഹക്കുമൽ നിന്ന് പോരുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാവുന്ന മഹാനാവുന്ന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് ഹജ്ജിന് വന്നു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ ആളുകൾ വന്ന് പറഞ്ഞു, ഒരു പെണ്ണ് ഇവിടെ ഹജ്ജിന് വന്നിട്ടുണ്ട്, ഇവിടെ മിണ്ടണ്ടാന്ന് നേർച്ചാക്കിക്കണം. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അവനെ വിളിപ്പിച്ചു. അവളോട് ചോദിച്ചു, എന്തടി ഈ മിണ്ടണ്ടാന്നാണോ നേർച്ചാക്കിക്കണത്? ആ നേർച്ച ഉപേക്ഷിച്ച ആള് മിണ്ടിക്കോന്നു. അപ്പൊ ഇവള് എന്താക്കി? സംസാരിക്കാൻ തുടങ്ങി. അപ്പോ വല്ലാത്ത സംസാരം തുടങ്ങിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇവളെ പറ്റി ഇവളോട് പറഞ്ഞു, ഇന്നകി ലസഊൽ, പെണ്ണെ ഈ വല്ലാത്തൊരു വർത്താനക്കാരത്തിയായല്ലോ, നിന്നെ സംസാരിപ്പിച്ച് കുടുങ്ങിയല്ലോ. ഈ സംസാരിക്കാൻ അതുകൊണ്ട് നിന്നെ സംസാരിപ്പിക്കാണ്ടില്ലായിരുന്നു. ഇപ്പൊ സംസാരിപ്പിച്ച് നോക്കുമ്പോഴോ നീ ചോദ്യങ്ങളെ കൊണ്ടിട്ട് ചോദ്യം പിന്നെയും പലതും ചോദിക്കാൻ. അപ്പൊ ആ പെണ്ണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച ആ ചോദ്യത്തിലുണ്ടൊരു ചോദ്യം, മാ ബഖാഉനാ അലാ ഹാദദ്ദീൻ അല്ലദീ ജാഅ ബിഹില്ലാ ബഅദൽ ജാഹിലിയ്യ, ജാഹിലിയത്തിന്റെ ശേഷം റസൂൽ കൊണ്ടുവന്ന ഈ വിശുദ്ധമായ ദീൻ, ഈ ദീനിന്മേലാണ് നമ്മളുള്ളത് എന്ന് എങ്ങനെ മനസ്സിലാക്കുക? അപ്പൊ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആ പെണ്ണിനിക്ക് അതിന്റെ മറുപടി പറഞ്ഞു കൊടുത്തു, മസ്തഖാമത്ത് ബഖാഉകും അലാ ഹാദദ്ദീൻ മസ്തഖാമത്ത് ബികും ഇമ്മത്തുകും, ഈ ദീനിന്മേലാണ് നിങ്ങളുള്ളത് എന്ന് മനസ്സിലാക്കൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായ ആളുകൾ അവർ ഇസ്തിഖാമത്തുള്ളവരാണോ എന്ന് നിങ്ങൾ നോക്കണം. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിശേഷത. അത് വളരെ ഇസ്തിഖാമത്തുള്ള മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ പൂർണ്ണമായും ഔലിയാക്കന്മാരായിരുന്ന ആളുകളാണ് ദിനന്തായിട്ടുള്ളത് സ്ഥാപിച്ചിട്ടുള്ളത്. വരക്കൽ മുല്ലക്കോയ തങ്ങളെ പോലുള്ള മഹാന്മാർ നമ്മളൊക്കെ കണ്ട് മനസ്സിലാക്കിയ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇങ്ങോട്ട് കാണൂല, അങ്ങനത്തെ വലിയ ഔലിയാക്കന്മാരുടെ നേതാവാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ. പണ്ഡിതന്മാരുടെ നേതാവുമാണ്. പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ മൂപ്പരെ പോലുള്ള ഒരു പണ്ഡിതൻ ഞാൻ എപ്പോഴും പറയലുണ്ട്, ഒരു മഹാന്മാരാവുന്ന അയിമ്മത്തുൽ അർബഅത്ത് ജീവിച്ച കാലഘട്ടത്തിലാണെങ്കിൽ അക്കാന മുസ്തഖില്ലം ബി മദ്ഹബിൻ ക മദ്ഹബിഹിം, അവരെ മദ്ഹബ് പോലത്തെ ഒരു മദ്ഹബ് ബഹുമാനപ്പെട്ടവർക്ക് ഉണ്ടാവുമായി. അപ്പൊ ഇൽമുലും മൂപ്പരെ കവച്ചു വെക്കുന്നതായ ഒരു ആലിം ഇവിടെ ഉണ്ടായിട്ടില്ല, ഇങ്ങോട്ടുണ്ടാവൂലേ. അതാണ് ബഹുമാനപ്പെട്ട, അവരാണ് നമ്മളെ കയ്യിൽ ഈ പ്രസ്ഥാനം ഏൽപ്പിച്ചത്. അതാണ് ഈ സംഘടന. അത് ഇസ്തിഖാമത്തിന്റെ മേലുള്ളൊരു സംഘടനയാണ്. ഇസ്തിഖാമത്തുള്ള മഹാന്മാരാവുന്ന ആളുകൾ കൈകാര്യം ചെയ്തു പോകുന്നൊരു സംഘടനയാണ്. നമുക്കൊക്കെ വല്ല ന്യൂനതകൾ ഉണ്ടെങ്കിലും ഇതിനെ കൈകാര്യം ചെയ്ത മഹാന്മാർ അവർ വിശുദ്ധന്മാരാണ്. അപ്പൊ അതുകൊണ്ടിട്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആ പെണ്ണിനോട് പറഞ്ഞു കൊടുത്ത മറുപടിയാണ് മസ്തഖാമത്ത് ബികും ഇമ്മത്തുകും. ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്കുള്ള പ്രത്യേകത. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ള ഈ സംഘടന പിന്നിൽ യുവ പണ്ഡിതന്മാരെ നിങ്ങൾ അടിയുറച്ചു നിൽക്കണം, ഇതിനുവേണ്ടി പ്രവർത്തിക്കണം.